ഇപ്പോൾ ശരീര സംബന്ധിയായിരിക്കുന്ന കാര്യങ്ങളും ഈശ്വര സംബന്ധിയായ കാര്യങ്ങളും പുരാണങ്ങളിലുണ്ട്. ഗരുഡ പുരാണത്തിൽ പ്രത്യേകിച്ചും അതെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ കാത്തുരക്ഷിക്കേണ്ടത്? അപ്പം അതിന് നേരെ ശരീര പോഷണം ആണ് വേണ്ടത്, ശരീര ശോഷണമല്ല വേണ്ടത് എന്നുള്ളതാണ്. അപ്പം ശരീരത്തെ പോഷിപ്പിക്കാനായിട്ട് എന്താണ് ചെയ്യുക? അതിനാണ് സാധാരണഗതിയിൽ പറയുന്നത്, നേരെ ആഹാരം, ശുദ്ധമായിരിക്കുന്ന ആഹാരം, അതായത് അന്നം, ശുദ്ധമായിരിക്കുന്ന അന്നം കഴിക്കണം എന്നാണ് വിധി. അപ്പോൾ ആ അന്നം എങ്ങനെയാണ് അശുദ്ധമാകുക? അശുദ്ധമാകുന്നത് പഴകിയതായിരിക്കുന്ന അന്നം കഴിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ധാന്യങ്ങളൊക്കെ നേരെ നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ആ ഒരു സമയം, അപ്പോൾ അതായത് ഒരു ദിവസം പാചകം ചെയ്ത് അതിൻ്റെ ആ 24 മണിക്കൂർ 1/4 കൊണ്ട് അത് കഴിക്കണം. 1/4 കഴിഞ്ഞാൽ അത് അശുദ്ധമാകും എന്നാണ് പറയുന്നത്. 24 മണിക്കൂറാണ് ഒരു ദിവസമെങ്കിലും. അപ്പോൾ ഒരു പാചകം കഴിഞ്ഞാൽ, ധാന്യങ്ങൾ പാചകം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം? 6 മണിക്കൂറിനുള്ളിൽ കഴിക്കണം എന്നാണ് പറയും. പിന്നെ അത് ദുഷിച്ചിട്ട് എന്ത് ചെയ്യും? പിന്നെ അവസാനമാകുമ്പോഴേക്കും അത് നേരെ ദുഷിക്കും. പിറ്റേ ദിവസത്തേക്ക് അത് ഉപയോഗിക്കരുത് എന്നാണ് പറയും. ധാന്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് പറയാം. പിന്നെ പഴവർഗ്ഗങ്ങൾ സാധാരണ നേരെ കഴിക്കുന്ന സമയത്ത് ശുദ്ധമായ പഴവർഗ്ഗങ്ങൾ, ആ പഴുത്തതായിരിക്കുന്ന പഴം നേരെ ആ മരത്തിൽ നിന്ന് നേരെ കഴിക്കണം. സാധാരണ ഗൃഹസ്ഥന്മാർ, മുനിമാർ താഴത്ത് വീണ് അതിൽ ജലാംശം വറ്റിയിട്ടാണ് കഴിക്കുക. ജലാംശം വറ്റിയതായിരിക്കുന്ന പഴങ്ങൾക്ക് കഴിച്ചാൽ മനസ്സ് നേരെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് യോഗികൾ അത് കഴിക്കുന്നത്. പക്ഷേ സാധാരണ മനുഷ്യൻ നേരെ ആ ജലാംശം ഉള്ളതായിരിക്കുന്ന പഴങ്ങൾ കഴിക്കണം എന്ന് പറയും. അപ്പോൾ ആഹാരത്തിൽ ഗരുഡപുരാണം പറയുന്നത് മനുഷ്യൻ്റെ ശരീരം കാത്തുരക്ഷിക്കാനായിട്ട് ഒന്ന് നമ്മൾ നേരെ ആ ആഹാരത്തിൽ അന്നം കഴിക്കണം, പിന്നെ പഴം കഴിക്കണം. അതോടുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാവുന്നത് എന്താണ്? അപ്പോൾ അന്നവും പഴവുമാണ് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് തരത്തിലുള്ളതായിരിക്കുന്ന ആ എരിവ്, മുളക് തുടങ്ങിയിരിക്കുന്ന അതിനെ പോഷിപ്പിക്കാനുള്ളതായിരിക്കുന്ന ഘടകങ്ങൾ കഴിക്കണം എന്ന് പറയും. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ നേരെ വേണ്ടത് എന്താണ്? ഏത് ആഹാരം കഴിയുമ്പോൾ ഗരുഡപുരാണം പറയണത് ആ ആഹാരം നമ്മുടെ ശരീരത്തിൽ യഥാവിധി പചനം ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കണം. പചനം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഏത് ഭക്ഷണവും, അതിപ്പോൾ ചോറായാലും ശരി, പയർവർഗ്ഗങ്ങളായാലും ശരി, പഴങ്ങളായാലും ശരി, അതെല്ലാം നേരെ ഈശ്വരനെ സമർപ്പിച്ചിട്ട് കഴിക്കണം. അതാണ് ഗരുഡപുരാണത്തിൽ നമ്മുടെ ആഹാരവിധിയിൽ പൊതുവായിട്ട് പറയാം. അപ്പോൾ അത് നേരെ പറയുമ്പോൾ അതെങ്ങനെയാണ് ഈശ്വരനായിട്ട് സമർപ്പിക്കുക, ഈശ്വരനായിട്ട് കൊടുക്കുക? അതിനാണ് നേരെ ആഹാരം പാകം ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ആദ്യം നേരെ ബ്രഹ്മാർപ്പണം എന്നുള്ളതായിരിക്കുന്ന വേദമന്ത്രമാണ് ഉപയോഗിക്കുക. അപ്പോൾ ബ്രഹ്മാർപ്പണം എന്നുള്ളത് വേദമന്ത്രമാണ്. വേദങ്ങളിൽ പറയുന്നതാണ് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിനാം. അപ്പോൾ ആദ്യം നേരെ ബ്രഹ്മത്തിനായിട്ട്, ഈശ്വരനായിട്ട് നേരെ സമർപ്പിച്ചു, എന്നിട്ട് നമ്മളത് കഴിക്കുന്നതാണ്. ആദ്യം ഈശ്വരാർപ്പണം കഴിഞ്ഞിട്ട് കഴിച്ചാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ അത് പൂർണ്ണമായിട്ട് ഫലിക്കും. അതാണ് നേരെ ആഹാരത്തിൻ്റെ കഴിക്കുന്ന വിധിയായിട്ട് പറയുക. പിന്നീട് ആഹാരത്തിൽ ഈ അന്നജം, അതായത് നമ്മുടെ ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഇതെല്ലാം കഴിക്കുമ്പോൾ പിന്നീട് എങ്ങനെ, അത് ഏത് രൂപത്തിൽ കഴിക്കണം എന്നാണ്. അപ്പോൾ സാധാരണഗതിയിൽ നേരെ പുരാണം പറയുന്നത്, ആഹാരം കഴിക്കുമ്പോൾ രാവിലെ നേരെ ഇരുന്ന് നമ്മുടെ ഗുളി ജപധ്യാനങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ആഹാരം കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ മനുഷ്യൻ നേരെ 3 നേരം കഴിക്കുന്നവരുണ്ട്, 4 നേരം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ പുരാണം പറയണത് എന്താണ്? സാധാരണഗതിയിൽ നേരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആഹാരം നേരെ കഴിക്കേണ്ടത് നേരെ സൂര്യോദയം കഴിഞ്ഞ് നേരെ അത് 3 നാഴിക, 2-2.5 നാഴിക ശേഷം, അപ്പോൾ ഏതാണ്ട് 9-10 മണിയാവും. അപ്പോൾ ആ സമയത്ത് കഴിച്ചാൽ
അപ്പോൾ പകൽ നേരത്തെ ആഹാരം അതിൽ കഴിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പകൽ വേറെ ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല എന്ന്. പിന്നെ രാത്രിയിൽ നേരെ സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്തിന് മുമ്പ് അല്പാഹാരം കഴിക്കാവുന്നതാണ്. പഴങ്ങളോ അല്ലെങ്കിൽ അല്പാഹാരം കഴിക്കണം. പ്രധാന ഭക്ഷണം സൂര്യോദയം കഴിഞ്ഞിട്ട് നേരെ 3 നാഴികയ്ക്ക് ശേഷം കഴിക്കണം എന്നാണ് പറയുക. പിന്നെ മധ്യാഹ്നത്തിൽ വേറെ ആഹാരങ്ങളില്ലാന്ന്, ഇടയ്ക്ക് മറ്റ് ആഹാരങ്ങളുമില്ല. പിന്നെ സന്ധ്യയ്ക്ക് മുമ്പ് അസ്തമയത്തിന് മുമ്പ് നേരെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് കഴിക്കരുത് എന്നാണ്. അപ്പോൾ ജലം ആവശ്യമെങ്കിൽ കഴിക്കാം, പക്ഷേ ആവശ്യത്തിന് ഈ സമയത്ത് കഴിക്കുന്ന ജലം മതിയാകും എന്നാണ് പറയുക. അപ്പോൾ ഇതാണ് ഒരു ആരോഗ്യമുള്ള സാധാരണഗതിയിൽ മനുഷ്യൻ കഴിക്കേണ്ടതായിരിക്കുന്ന ഭക്ഷണ രീതിയെക്കുറിച്ച് പറയും. അപ്പോൾ ആ ഭക്ഷണം ഈശ്വരനെ സമർപ്പിച്ചിട്ട് വേണം കഴിക്കാൻ എന്നുള്ളതാണ് അതിലെ പ്രധാന കാര്യം. അപ്പം അതിൽ നേരെ എല്ലാ വസ്തുക്കളും അതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് നേരെ നമ്മൾ കഴിക്കുന്ന അന്നം, പഴം അതേപോലെ തന്നെയുള്ള മറ്റു വർഗ്ഗങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായിരിക്കുന്ന നേരെ കാര്യങ്ങൾ ചെയ്യണം. അപ്പം അതിന് നാവിനെ തൃപ്തിപ്പെടുത്തുന്ന ആഹാരങ്ങളല്ല, ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന ആഹാരങ്ങൾ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നാവിന് തൃപ്തികരമായിരിക്കുന്ന കാര്യത്തിനാണ് നമ്മൾ എരിവ്, പുളി, അതേപോലെയുള്ള ചവർപ്പ് ഉണ്ടാവും. എരിവും പുളിയൊക്കെ തന്നെയാണ് ആളുകൾക്ക് പ്രിയം, നാവിന് പ്രീതിപ്പെടുത്തുക. അപ്പം അത് നാവിനെ പ്രീതിപ്പെടുത്തുന്നതല്ല, നേരെ മറിച്ച് ശരീരത്തെ പോഷിപ്പിക്കുന്ന ആഹാരം കഴിക്കണം. അത് ദിവസത്തിൽ ഒരു നേരം പ്രധാന ആഹാരം, പിന്നെ നേരെ അസ്തമയത്തിന് മുമ്പ് ഒരല്പാഹാരം കഴിക്കണം എന്നാണ്. പിന്നെ അടുത്ത ദിവസമാണ് ആഹാരം കഴിക്കുക. അപ്പം ആ രൂപത്തിലാണ് നമ്മുടെ ആഹാര സംവിധാനം നേരെ വേണ്ടത് എന്ന് പറയും. അപ്പം അതും ശുദ്ധമായിരിക്കുന്ന അന്നമാണ് വേണ്ടത്. ശുദ്ധമായിരിക്കുന്ന അന്നം എന്ന് പറയുമ്പോൾ ആ അന്നം കഴുകി വൃത്തിയാക്കി അത് ഏത് രൂപത്തിലാണോ അതേ രൂപത്തിൽ കൊണ്ടുവരാം. അത് പഴകാൻ പാടില്ല. അപ്പോൾ പാകം ചെയ്താൽ ഒട്ടും പഴകാൻ പാടില്ല എന്നുള്ളതാണ് ആഹാരത്തിലെ പ്രത്യേകതയായിട്ട് പറയും. അപ്പോൾ അതാണ് അതിൽ നേരെ സമീകൃതമായിരിക്കുന്ന ആഹാരമുണ്ട്. അപ്പോൾ അതിൽ നേരെ ഈ മത്സ്യമാംസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നേരെ പറയുന്ന സമയത്ത് സാധാരണ ആളുകൾക്ക് നേരെ ആഹാരത്തിൽ നേരെ സസ്യാഹാരത്തെക്കുറിച്ച് ഇത് പറയും. അതേപോലെ നേരെ മറ്റു സമയത്ത് എന്താണ് ദഹിക്കാൻ എളുപ്പത്തിനുള്ളതായിരിക്കുന്ന ആ ആഹാരങ്ങളുണ്ട്. ഇപ്പോൾ നേരെ ആ വേട്ടയാടുന്നവർക്ക്, ആ ജീവിതശൈലി ഉള്ള ആളുകൾക്ക്, സാധാരണ ഗൃഹസ്ഥരുടെ ആഹാരം ഇതാണെങ്കിൽ വേട്ടയാടിയിട്ട് നേരെ മൃഗത്തെ വേട്ടയാടുന്ന സമയത്ത് ആഹാരം നേരെ പാകം ചെയ്യുന്ന സമയത്ത് ആഹാരം പാകം ചെയ്തിട്ട് നേരെ ഉടനെ കഴിക്കണം എന്നാണ് പറയുക. അപ്പോൾ മൃഗത്തെ മാംസാഹാരം നിഷിദ്ധമല്ല, മാംസാഹാരം ചില സമയത്ത് വർജിക്കണം എന്ന് പറയും. അതാണ് നേരെ അമാവാസി നാളുകളിൽ, അതേപോലെ തന്നെ പൗർണമിക്ക്, അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ആ സമയത്ത്, അതായത് നേരെ സന്ധ്യാസമയത്ത്, അതുപോലെ ഗ്രഹണമുള്ള നാളുകളിലൊക്കെ മാംസാഹാരങ്ങളൊക്കെ നിഷിദ്ധമാണ് എന്ന് പറയും. കാരണം ആ സമയത്ത് നമ്മുടെ പചന ഇന്ദ്രിയങ്ങൾ ശരിക്കും പ്രവർത്തിക്കില്ല എന്നാണ്. അപ്പോൾ അതിന് സാധാരണഗതിയിൽ എന്താ പറയുക, നമ്മൾ കഴിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുമ്പോൾ നേരെ നമുക്ക് ഈ ദിവസത്തിൽ നേരെ ഒരാഹാരം ആണ് വേണ്ടത്. അപ്പോൾ ദിവസത്തിലൊന്ന്, പിന്നെ ആഴ്ചയിലൊന്ന്, പിന്നെ മാസത്തിലൊന്ന്, അപ്പം അങ്ങനെയാണ് ഓരോന്നും പറയാം. അപ്പോൾ ദിവസത്തിലൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അത് ദിവസത്തിൽ ഒരാഹാരം, പ്രധാന ആഹാരം മതി. പിന്നെ ആഴ്ചയിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആഴ്ചയിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട എന്താണ്, മാംസാഹാരം കഴിക്കുന്നവർക്ക് നേരെ കട്ടിയായ ആഹാരം കഴിക്കുന്ന ആഴ്ചയിൽ ഒന്നാകാം എന്നാണ് അതിന് പറയാം. പിന്നെ മാസത്തിൽ ഒന്നെന്ന് പറയുന്നത് നേരെ മാസത്തിൽ ഒരു ദിവസം ഉപവസിക്കണം എന്നുള്ളതാണ്. മാസത്തിൽ ഒരു ദിവസം പൂർണ്ണമായിരിക്കുന്ന ഉപവാസം ആവശ്യമാണ്. അതിനാണ് സാധാരണഗതിയിൽ നമ്മൾ അമാവാസിക്ക് ഉപവസിക്കുന്നവരുണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത്, അപ്പോൾ അല്ലെങ്കിൽ പ്രത്യേക ആഴ്ചകളിൽ ഉപവസിക്കുന്നതാണ്. അപ്പോൾ അതന്ന് ഉപവാസ ദിവസമായിട്ട് കണക്കാക്കും. അപ്പോൾ മാസത്തിൽ ഒരു ഉപവാസം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നേരെ പുഷ്ടിപ്പെടും, ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ആഴ്ചയിൽ ദിവസത്തിൽ ഒന്ന്, ആഴ്ചയിലൊന്ന്, മാസത്തിലൊന്ന്, അങ്ങനെയാണ് നമ്മുടെ ആഹാര സമ്പ്രദായം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പൂർണ്ണമായിരിക്കുന്ന ആരോഗ്യം നമുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ അത് തന്നെയാണ് നേരെ ഗൃഹശാസ്ത്രത്തിലും പറയുക. അപ്പോൾ ഗൃഹശാസ്ത്രത്തിൽ
ഗരുഡപുരാണത്തിലും പറയും. അതേപോലെ ഈ നാരദ പുരാണത്തിലും മറ്റു പുരാണങ്ങളിലൊക്കെ പറയുന്ന എന്താണ്, സാധാരണഗതിയിൽ നേരെ നമുക്ക് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സമയം സന്താനങ്ങൾ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ സന്താനങ്ങളിൽ നേരെ പ്രത്യേകിച്ച് എന്താണ്, അപ്പോൾ അത് നേരെ സാധാരണഗതിയിൽ എന്താ പറയുക, ആരോഗ്യത്തെ സംബന്ധിച്ച് അതും ഈ പ്രകാരത്തിൽ നേരെ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം നേരെ ആഴ്ചയിലൊന്ന്, അതേപോലെ തന്നെ പിന്നീട് ആഴ്ചയിലൊന്ന്, ദിവസത്തിലൊന്ന്, ആഴ്ചയിൽ ഒന്ന്, പിന്നെ മാസത്തിലൊന്ന്, അങ്ങനെ ആണ് പോകേണ്ടത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ദിവസേന ആഴ്ചയിൽ ദിവസേന നമുക്ക് തേച്ച് കുളിക്കണം എന്ന് പറയും. അപ്പോൾ അതാണ് ജീവിതശൈലി. അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശൈലി. ആഴ്ചയിലൊരു ദിവസം എന്താണ്, ആഴ്ചയിലൊരു ദിവസം നേരെ നമ്മൾ നേരെ ഒരു ദിവസം ആഹാരമൊക്കെ തന്നെ നിയന്ത്രിക്കുക. അപ്പോൾ ആഴ്ചയിലൊരു ദിവസം നമുക്ക് നേരെ എണ്ണ തേച്ച് കുളിക്കും, ദിവസേന എണ്ണ തേച്ച് കുളിച്ച് ആഴ്ചയിലൊരു ദിവസം നേരെ വേണമെങ്കിൽ എണ്ണ തേച്ച് കുളിക്കാത്ത ദിവസമാകാമെന്നാണ് പറയും. അപ്പോൾ മറ്റെല്ലാ ദിവസങ്ങളിലും നേരെ ഈ എണ്ണ തേച്ച് കുളിക്കുന്ന സമയത്ത്, എണ്ണ തേച്ച് കുളിക്കാത്ത സമയത്താണ് സാധാരണഗതിയിൽ നേരെ മനുഷ്യൻ്റേതായിരിക്കുന്ന ഇന്ദ്രിയപരമായ കാര്യങ്ങൾക്ക് നേരെ നമ്മൾ ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് സന്താന നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല. കാരണം നേരെ സാധാരണഗതിയിൽ നേരെ സ്ത്രീ പുരുഷന്മാർ ബന്ധപ്പെടുമ്പോൾ ആഴ്ചയിൽ ഒന്നെന്ന് പറയും. കാരണം എണ്ണ തേച്ച് കുളിക്കുന്ന ദിവസം നേരെ സ്ത്രീ പുരുഷ ബന്ധം പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുന്ന ദിവസം ശരീരത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേച്ച് കുളിക്കില്ല. ആ സമയത്ത് സ്ത്രീ പുരുഷ ബന്ധമാകാം. പിന്നെ മാസത്തിലൊന്ന് നമ്മുടെ ഉപവാസങ്ങളാണ്. ഉപവാസം എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പഴയ ശരീരത്തിലുള്ള ദുഷിച്ച വസ്തുക്കൾ കളയാം, പൂർണ്ണമായ ശക്തി നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആഹാരത്തിലും ദൈനംദിന കാര്യങ്ങളിലും മാനസിക ഇന്ദ്രിയപരമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഗരുഡപുരാണം ഒരു സമഗ്രമായിരിക്കുന്ന ഒരു സംഭാവന നമുക്കായിട്ട് തരുന്നുണ്ട്. അതാണ് ഗരുഡപുരാണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയും. അപ്പോൾ പിന്നെ കൃത്രിമമായിരിക്കുന്ന സന്താന നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ലെല്ലാം അതിൽ ഒരു സാമൂഹ്യമായിരിക്കുന്ന ജീവിത രീതി അതിൽ നേരെ ഉണ്ടായിട്ട് തീരും. അതാണ് ഇതിൽ പറയുന്നതായിരിക്കുന്ന കാര്യം.